ഒന്ന് നിന്നേ. പോലുണ്ടല്ലോ. എന്താ പാർക്കിംഗ് കളക്ഷൻ ആണോ? എടി, നീ പറഞ്ഞത് ശരിയാ. ഞാനെന്ത് പറഞ്ഞു? ആ പാണ്ഡ്യയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? എന്താ ഞങ്ങൾക്ക് മദ്യമാക്കി തന്നിട്ട് നീ 10 രൂപ നോക്കി നിൽക്കുകയാണ്. എനിക്കിനി കള്ള് വേണ്ടളിയാ, അതിലും വലിയ ഹാങ് ഓവറില്ല ഞാൻ. എന്തൊക്കെയാടാ നീ പറയുന്നേ? നീ കുടിക്കാൻ തുടങ്ങിയില്ലല്ലോ. അടിക്കണമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ പോയത്. പക്ഷെ അവനെ കണ്ടപ്പോ എനിക്ക് അടിക്കാൻ തോന്നിയില്ലടി. അതെന്താ? അതാ എനിക്ക് മനസ്സിലാവാതെ. നിനക്ക് നന്നായിട്ടറിയാം ഈ തമിഴ് പെണ്ണുങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം, പിന്നെ ഞാനതിന് വേണ്ടെന്ന് പറയണം. അങ്ങനെ എന്നെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവന് കൊന്നുകളയും ഞാൻ. കൊന്ന് കളഞ്ഞല്ലോ എന്നെ, അവളുടെ ആ നോട്ടം കൊണ്ട് തന്നെ. അവൾക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഞാനെന്തിനു പറയണം? അവൻ എന്നോട് ഇഷ്ടമൊക്കെ ആണല്ലോ, അവൻ തന്നെ പറയട്ടെ. അതിന് 5 വർഷമാകും, കുഴപ്പമില്ലേ? 5 വർഷമല്ല, 50 വർഷമായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും. അയ്യോ, അത്രയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അല്ലാണ്ട് പിന്നെ അവനെന്താ ജോലി കളക്ഷൻ എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോയാലോ? അങ്ങനെ പോയാൽ ഞാൻ വിടുമെന്നാണോ? അത് ശരി, ഇതുവരെ ലവ് പോലും പറഞ്ഞിട്ടില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ ഞാനെന്തിനാ പറയുന്നേ? ഞാൻ തന്നെ പറഞ്ഞേക്കല്ലേ. അതല്ല, ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ നിനക്ക്? വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. അവൾ ഇപ്പൊ എന്റെ ജീവനായി മാറിക്കഴിഞ്ഞു. എടാ, ഇവന് കരള് ഓടിക്കുന്നു തോന്നുന്നു. കരളിലോ? അതെടാ, ഇത് കരളിലാണ് പിടിച്ചിരിക്കുന്നത്. കരളി പിടിച്ചിരിക്കുകയാണെന്നോ? അതെങ്ങനെയാണല്ലേ ഉണ്ടാവുന്നത്? ആയിക്കോട്ടെ, ഇതിലൊരു സുഖമുണ്ട്, അതെനിക്ക് അനുഭവിക്കണം. ബൈഡി. ഞാനും ഈ സുഖം എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാളിയ. യെസ്. എന്നോട് ഞാൻ ഈ ഏരിയ സൈഡിൽ കണ്ടുപോയെന്ന് പറഞ്ഞാലേ. പുതുതായിട്ട് കാശൊന്നും കൊടുത്തിട്ടില്ല, ഇത് പഴയ ബാക്കി കോപ്പാണോ പുതിയത് പഴയത്? വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല. ഓടാ. എന്താ മാവ, എന്തു പറ്റി? മൂത്തെന്താ ഈ പാട്? ഒന്നുമില്ല, അത് വിട്. അമ്മാവാ, ഇതാരോ അടിച്ച പാടാണ്. കളക്ഷൻ ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് ആ ഡാനിയൽ എന്നെ പിടിച്ച് തല്ലി. അവന് വെറുതെ വിടാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വെറുതെ പ്രശ്നം വേണ്ട, നീ ഒന്ന് അടങ്ങിയിരിക്കേ. അവരെ വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നം ഇതോടെ വിടുന്ന നല്ലത്, മനസ്സിലായോ? എന്താ അമ്മാവ ഇത്? നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെയും പോയാലോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളടാ, നീ വിട്. ആവശ്യമില്ലാത്ത അബദ്ധമൊന്നും നീ കാണിക്കരുത്, മനസ്സിലായോ? അളിയാ, മതിയടാ, ഒത്തിരി ഓവറായിട്ട് കുടിക്കല്ലേ. എല്ലാം ഓവറായി അട പോകുന്നേ.
ഡാ അവന്മാരെ നീ എവിടെയാടാ കണ്ടേ? അവന്മാരെ എവിടേക്കാണോ വരണ്ടെന്ന് പറഞ്ഞത് അവന്മാരോട് കൂട്ടുകൂടി കളക്ഷൻ ചെയ്യുക. 4 പ്രാവശ്യമായി ചോദിക്കുന്നു. അവനും പറഞ്ഞു മടുത്തു. അയ്യോ അതേ അളിയ, രണ്ടുപേരെ അങ്ങ് പൊക്കാം. ഡാ ഇപ്പൊ പറഞ്ഞിട്ടെന്താ? കണ്ടപ്പോ തന്നെ അവനെ പൊക്കാതെ വന്നിട്ട് ഇപ്പൊ നീ ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എടാ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാടാ? അവിടെ എത്ര ആൾക്കാരുണ്ടാവും നിനക്കറിയാലോ. ആരിരുന്ന എന്താടാ? ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിൽ പൊക്കാം. ഡാ നിർത്തടാ. അവൻ നാളെ നമ്മുടെ ഏരിയയിൽ കളക്ഷന് വരില്ലേ? അവിടെ വെച്ച് തന്നെ നമുക്ക് പബ്ലിക്കിൽ തീർക്കാം. നോക്ക് ഡാനി, നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ടില്ലേ? അതിനോടകം നിനക്ക് എന്നെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ കിട്ടിയാ? വേണ്ട ഡാനി, നീ പ്രശ്നം ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതേടാ, പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നേ. നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റിയ? പിടിക്കണവനെ. അവരെ വിടല്ലേ? പിടിക്കാതെ. ആ നിക്കടാ. നിക്കടാ. നിക്കാം. നിക്കടാ. മാറി എന്റെ കളിക്കുന്നത്. എന്റെ കച്ചവടം മുട്ടിക്കണോ മാറി.
അത് കൊള്ളാം. നീ ഇവിടെയാണല്ലേ ഉള്ളത്? ഞാൻ നാട് മൊത്തം തപ്പി നടക്കായിരുന്നു. ഭാഗ്യം ചിരിച്ചു. എന്റെ അമ്മോ, ചിരിച്ചല്ലോ. പാണ്ഡി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. വാ എടി, ഞാൻ ആരാന്നറിയോ? അവൾ ആരാന്നറിയോ? അലക്സാണ്ടർ സാറിനോട് പറയട്ടെ. ഇതൊക്കെ പറയും നീ ആരാ? ഇനിയൊരു പ്രാവശ്യം നിന്നെ അവൻ്റെ കൂടെ കണ്ടാൽ അവിടെ വെച്ച് എന്നെ കൊന്നുകളയും ഞാൻ. സോറി പാണ്ഡി. എന്തിന്? അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയതിന്. അതിന് നീ എന്ത് ചെയ്യാനാ? അല്ല, ആരാ അവൻ? ഭയങ്കര അധികാരത്തോടെ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരുന്നു. ദീപക് എൻ്റെ മാമൻ്റെ ഫ്രണ്ടാ. കുട്ടിക്കാലം തൊട്ട് എനിക്ക് അവനെ അറിയാം. ചെന്നൈയിൽ വെച്ച് ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു. അവൻ ഒരു ദിവസം എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് എനിക്ക് അവനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്നോട് മാത്രമല്ല പല പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനാ പിന്മാറിയത്. എന്നിട്ടും അവൻ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് പോലും എന്റെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഇതൊക്കെ നീ നിന്റെ അച്ഛനോട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ. പക്ഷെ അവൻ എന്റെ അച്ഛനോട് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു വെച്ചിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പേടിയുമില്ല. അല്ല, ഇപ്പൊ എന്തിനാ കരയുന്നേ? പ്രണയം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാവുന്നേ. നീ കരയാതെ. അടുത്തത് അവൻ എന്താ ചെയ്യാൻ പോന്നെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അവന്റെ കാര്യം ഞാൻ നോക്കണം. ശരിയൊക്കെ. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ അവളോട് ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലേ? എന്താ നോക്കുന്നേ? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കളക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എത്തിയില്ലേ. പറയേ, എന്താ നീ അത്യാവശ്യം വരാൻ പറഞ്ഞേ?
പറയാൻ സൗകര്യമില്ല. ഏയ് പറയടി, ദേഷ്യപ്പെടാതെ. നീ എന്ത് പണിയാ ചെയ്തു വെച്ചിരിക്കുന്നെ? എന്ത് ചെയ്തെന്ന്? ആ ദീപക്കിന് എന്തിനാ നീ തല്ലിയേ? ഓ, അതിനാണോ ഇത്രയും ദേഷ്യം? എന്താ കളിയാക്കുക? അല്ല, കാര്യായിട്ടാ. നീ എന്തിനാ ഇപ്പൊ ദേഷ്യം പിടിക്കുന്നേ? അവൻ ഹോസ്പിറ്റലാ ഉള്ളത്. മാമൻ അവനെ കാണാൻ പോയിരിക്കാം. അവൻ എന്തെങ്കിലും പറഞ്ഞാലോ? അറിഞ്ഞിലിപ്പോ എന്താ പ്രശ്നം? എന്തായാലും ഒരു ദിവസം അറിയേണ്ടതല്ലേ, അത് പെട്ടെന്ന് അറിയാൻ പോകുന്നു. നിനക്കത് പ്രശ്നമല്ലല്ലോ. അപ്പോ സംശയിക്കാണല്ലേ? சொல்றது உண்மைதானா? അതെ അങ്കിൾ, ആക്സിഡന്റ് ആണ്. இல்லையே, டாக்டர் ஆக்சிடென்ட் இல்லைன்னு தானே சொன்னாரு. ഞാൻ എന്തിനാ അങ്കിൾ നുണ പറയുന്നേ? ம் சரி சரி. ഉം. ம் എടാ പാണ്ടി, നീ എൻ്റെ കൈ ഒടിച്ചില്ലേ? നിനക്ക് എൻ്റെ കൈ കൊണ്ടാ മരണം. டேய், எங்கடா இருக்க? வா, ஒரு சின்ன பிரச்சனை ஆயிடுச்சு. சீக்கிரம் ஏறுறா. എന്താണ് എന്റെ ഭാവി വധു? ഇപ്പൊ നീ എവിടെയുള്ള? കളക്ഷനില്ല. എന്താ, എന്ത് പറ്റി? എന്റെ മാമൻ നിന്നെ എന്നെ ഷാളുകളെയും കൂട്ടി പോയിരിക്കുക. പ്ലീസ്. വീട്ടിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നീ ദയവ് ഇത് എങ്ങോട്ടെങ്കിലും പോയേക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, നീ കരയാതെ സമാധാനായിട്ടിരിക്കേ പ്ലീസ്. നിനക്ക് വല്ലതും പറ്റുമെന്ന് എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല, നീ ടെൻഷൻ അടിക്കാതെ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. പറഞ്ഞത് കേട്ടോ? ஏய், அவன் தான் உள்ள இழுத்து போடுறான். ஏய், அட்ரா. ஏய், விடுடா. മുതലാളി, അവൻ പോകുന്നു മുതലാളി. എടാ, നിന്നെ വിടടാ. ஏய், நில்றா. அதோ போறேன் பாரு. ஏய், நில்றா. വണ്ടി. ஏய், இடிச்சு கீழே போடுறோம்.
അവസാനം നീ ഞങ്ങളുടെ കൈ കുടുങ്ങിയില്ലേ? ഏയ്, അവനെ ഇങ്ങ പിടിച്ചിട്ട് വാങ്ങടാ. അഭ്യാസം ഞങ്ങളോടല്ല. നീ എനിക്ക് പണി തരല്ലേ? നീ എന്താ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? എവിടെ പോയാലും വിടില്ലടാ. എന്റെ വരുമാനം കുറച്ചിട്ട് എന്റെ അനിയന്റെ മേത്ത് കൈവയ്ക്കും അല്ലേ? അതും പോരാഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ നീ പ്രേമിക്കും. മുതലാളി ചോര. ആ, നിക്കടാ അവിടെ. എടോ, അവനെ പിടിക്ക്. പിടിക്കടാ അവനെ. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോടാ മുതലാളി. അവൻ തന്നെ കുടുങ്ങി. തൂക്കിട്ട് വേണം അവനെ. അയ്യോ, എടാ അവന്റെ മുഖം കണ്ടോ? അവന്റെ മുഖം കണ്ടോ? അവന്റെ മോത്തിന്റെ എന്ത് പറ്റിയെടാ? അവനെ ചെയ്തേ എന്താണ് എനിക്ക് മുതലാളി. അവന്റെ മുഖം മനസ്സിലാവുന്നില്ല. അവൻ അതാ പോന്നു. അവനെ പോയി പിടിയടാ. ഓരാൻ പറ്റിയ പോങ്കടാ. ഏയ്, സീക്രമാ പോയി പിടിക്കടാ അവനെ. വേണ്ട വേണ്ട എന്നെ വിട്ടേക്ക്. ഞാൻ പോയിക്കോളാം. വേണ്ട എന്നെ വിട്ടേക്ക്.